നമുക്കിന്ന് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കിയാലോ? ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നല്ല പൊങ്ങി വന്നിട്ടുള്ള നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ശർക്കരപ്പാനി നമുക്ക് ഉരുക്കിയിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കണം. ഇത് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച പച്ചരിയാണ്. അപ്പോൾ അത് രാവിലെ ഈ ശർക്കരപ്പാനിയിൽ അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 സ്പൂൺ മൈദയും കുറച്ച് ഏലക്കയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ടൊരു 3-4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാകും. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ നെയ്യിൽ വഴറ്റിയ തേങ്ങാക്കൊത്തും പിന്നെ കുറച്ച് എള്ളുണ്ടെങ്കിൽ എള്ളും കൂടി ഇടുക. എൻ്റെ കയ്യിൽ എള്ളില്ലായിരുന്നേ, അപ്പോൾ എള്ളും കൂടി ഇട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു 2 തവി മാവ് ഒഴിക്കുക. എന്നിട്ട് ആ മാവിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കണേ. നമുക്കിങ്ങനെ തട്ടി ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ടിങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്കത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എള്ളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇടയ്ക്ക് ഇങ്ങനെ കറുത്ത സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. കണ്ടോ, നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിക്കും തോറും ഇതിങ്ങനെ നന്നായിട്ടിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ബേക്കിംഗ് സോഡയൊന്നും വേണ്ടല്ലോ, നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യുന്നുണ്ട്. ഈ ബാറ്റർ തന്നെ വെച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.